الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു പുതുവർഷത്തിലെ മുഹറം 10 നമ്മളുള്ളത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് പ്രകാരം സാധ്യമാവുന്നവരൊക്കെയും ഇന്ന് ആശൂറ നോമ്പിലാണ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ ആശൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ അത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇതെന്താണ് എന്ന് ചോദിക്കുകയും അവർ അതിനോട് ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്, അഥവാ ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, അല്ലാഹു ബനു ഇസ്രായേൽ സമൂഹത്തെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചെടുത്ത ദിവസമാണ്. ഫസ്വാമഹു മൂസ, അതിന് നന്ദി സൂചകമായി മൂസ അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിരുന്നു. ഞങ്ങൾ മൂസയെ പിൻപറ്റുകയാണ്, അങ്ങനെ നോമ്പനുഷ്ഠിക്കുകയാണ് എന്നവർ മറുപടി നൽകുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്ക് ഫഅന അഹഖു ബിമൂസ മിൻകും, മൂസയോട് നിങ്ങളെക്കാൾ അടുപ്പവും നിങ്ങളെക്കാൾ കടപ്പാടുമുള്ളത് എനിക്കാണ്. ഫസ്വാമഹു, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും വ അമറ ബിസിയാമിഹി, ആ ദിവസം നോമ്പനുഷ്ഠിക്കുവാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സ്വഭാവത്തിൽ ദീനിൽ നിയമമാക്കപ്പെട്ട മുഅക്കദായ സുന്നത്താക്കപ്പെട്ട വ്രതാനുഷ്ഠാനമാണ് ആശൂറ ദിനത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. അതേസമയത്ത് ആ നോമ്പനുഷ്ഠാനത്തിന്റെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷമായ ഒരു കാര്യം കൂടി സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജൂതന്മാരോട്, അതല്ലെങ്കിൽ ഇതര സംസ്കാരങ്ങളോട്, ഇതര ആദർശങ്ങളോട് രാജിയാവാതിരിക്കുക എന്ന ഒരു മൂല്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ ജൂതന്മാരോട് വിയോജിക്കുക എന്ന കാരണം കൊണ്ട് തന്നെ മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുവാൻ, അതല്ലെങ്കിൽ മുഹറം 11 കൂടി 10 നോമ്പിനോടുകൂടി നോമ്പനുഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചതായി ഹദീസിൽ കാണാൻ പറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ നോമ്പനുഷ്ഠാനത്തെ കുറിച്ച് അടുത്ത വർഷം ഞാൻ 9 നോമ്പനുഷ്ഠിക്കുമെന്ന് പറയുകയും സഹാബികളോട് ഈ കാര്യം നിർദ്ദേശിച്ചപ്പോൾ സൂമു യൗമ ആശൂറ, ആശൂറ ദിനത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, വഖാലിഫു ഫീഹിൽ യഹൂദ്, അതോടൊപ്പം ആ വ്രതാനുഷ്ഠാനത്തിൽ നിങ്ങൾ ജൂതന്മാരോട് വിരുദ്ധരാവുകയും ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ, ആ മുഖാലഫത്ത് ജൂതന്മാരെ പോലെ ഉള്ള സ്വഭാവത്തിലാകാതിരിക്കാൻ അതിനു മുമ്പൊരു ദിവസമോ അല്ലെങ്കിൽ ശേഷമുള്ള ഒരു ദിവസമോ കൂടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി. എന്ന് കരുതി മുഹറം 10 മാത്രം നോമ്പനുഷ്ഠിക്കുന്നത് കുറ്റകരമായ കാര്യമൊന്നുമല്ല, അത് പ്രാധാന്യമുള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അഹ്തസിബു അന്നഹു
യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ ഈ നോമ്പ് വഴി, ആശൂറാ ദിനത്തിലെ നോമ്പ് വഴി പൊറുക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് ഞാൻ കാക്ഷിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോ ഈ ഒരു സ്വഭാവത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഹറം 9, 10, 11 ദിവസങ്ങളിൽ ഒന്നിച്ചു നോമ്പെടുക്കുകയോ 9-നും 10-നും നോമ്പെടുക്കുകയോ അതല്ലെങ്കിൽ 10-നും 11-നും നോമ്പെടുക്കുകയോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുഹറം 10-ന്റെ അന്ന് നോമ്പെടുക്കുകയോ ചെയ്യുന്നത് ദീനിൽ വളരെ പ്രാധാന്യമുള്ളതും പുണ്യകരവുമായ കാര്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും നിർദ്ദേശങ്ങളും പിൻപറ്റിക്കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കബൂൽ ചെയ്ത് അതിമഹത്തായ പ്രതിഫലങ്ങൾ ഇഹത്തിലും പരത്തിലും നമുക്കതിനായി പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഹദീസിൽ വന്ന വിശദീകരണത്തിൽ തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ബനൂ ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കെടുതികളിൽ നിന്ന്, അക്രമമർദ്ദനങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള മഹാക്രൂരതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതിന്റെ ഓർമ്മ ദിവസം കൂടിയാണിത്. ഈ നോമ്പ് അങ്ങനെയാണെന്ന് കരുതി ഇത് ബനൂ ഇസ്രായേൽ സമുദായത്തിന് വേണ്ടിയുള്ള നോമ്പല്ല, ഇത് മൂസാ നബി അലൈഹിസ്സലാമക്ക് വേണ്ടിയുള്ള നോമ്പുമല്ല. ഈ ദിവസത്തിൽ നമ്മൾ ഓർക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത്, നമ്മൾ ശുക്രോതുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്നത് അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പൊ ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് സംശയമുണ്ടാകുന്നതും മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടാകുന്നതുമായ കാര്യം, ബനൂ ഇസ്രായേൽ സമുദായം എന്ന് പറഞ്ഞാൽ ജൂതന്മാരല്ലേ, ജൂതന്മാരിപ്പോ ലോകത്ത് കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ, എന്നിട്ടിപ്പോ അവർക്ക് വേണ്ടിയാണോ നമ്മൾ നോമ്പ് നോൽക്കുന്നത് എന്ന് വിവരമില്ലായ്മ കൊണ്ടോ തമാശയായോ ഒക്കെ ചിലപ്പോ ആളുകൾക്കിടയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് ബനൂ ഇസ്രായേൽ സമുദായത്തിന് വേണ്ടി എന്ന് കരുതി ജൂതന്മാർക്ക് വേണ്ടി ഒന്നുമുള്ള നോമ്പല്ല. ഇത് മൂസാ നബി അലൈഹിസ്സലാമക്ക് വേണ്ടി പോലുമുള്ള നോമ്പല്ല. ഈ നോമ്പ് അല്ലാഹു ദീനിൽ ഈ നോമ്പ് മശ്റൂ ആക്കിയിട്ടുള്ളത് ശുക്റുൻ നിഅമ എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സവിശേഷമായ ഒരു ഗുണമാണ്. എന്നല്ല വിശുദ്ധ ഖുർആൻ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ഉപകാരത്തിന് നന്ദി കാണിക്കുക എന്ന സ്വഭാവത്തെ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ മൃഗങ്ങൾക്ക് ആ ഗുണമുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും ആ ഗുണമുണ്ട്, എന്നിട്ടും മനുഷ്യർ നന്ദികേട് കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. അവിടെ ഒരു മൃഗത്തെ ഉപമയായി, ആ ഒരു മൃഗത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് ആക്ഷേപം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ മനുഷ്യത്തിൽ അനിവാര്യം ഉണ്ടാകേണ്ടുന്ന ഗുണമാണ് ഇങ്ങോട്ട് ഉപകാരം ചെയ്തവരോട് നന്ദി കാണിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്. അതില്ലാതിരിക്കുന്നത് ഒന്നാമത് മര്യാദകേടാണ്, രണ്ടാമത് അത് മഹാദുഷ്ടതയാണ്. ജീവിതത്തിൽ കിട്ടിയ നന്മയെയും ഉപകാരത്തെയും വിലമതിക്കാതിരിക്കുകയും അതിനോട് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ദുഷ്ടതയാണ്. മൂന്നാമത് അത് ജീവിതത്തിൽ, തുടർന്നുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തടയപ്പെടാനുള്ള മാർഗമാണ് എന്നുകൂടി നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പരാമർശിച്ചിട്ടുള്ള, എന്നല്ല ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കുകയും ഏറ്റവും കൂടുതൽ ചരിത്രം പറയുകയും ചെയ്തിട്ടുള്ള, ജീവിതകഥ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് മൂസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതിന് മാത്രം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോഴൊക്കെ മൂസാ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നു എന്നത് നമ്മുടെ ഒരു അനുഭവം കൂടിയാണ്. അപ്പോ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള വായനകൾ സാധ്യമാണ്. അതില് സൂറത്ത് ഇബ്രാഹിമിൽ മൂസാ നബി അലൈഹിസ്സലാമയെ കുറിച്ചുള്ള സംഭവങ്ങൾ പറയുന്നിടത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്ത് വന്നിട്ടുള്ളത്. ആ ആയത്ത് നമുക്ക് വളരെ സുപരിചിതമാണ്. പക്ഷേ അതിന്റെ ഒരു സന്ദർഭം യഥാർത്ഥത്തിൽ ആരുടെ നാക്കിലൂടെ ഈ ലോകത്തേക്ക് അല്ലാഹു തുറന്നുവിട്ട ഡയലോഗാണത്, പ്രസ്താവനയാണത് എന്നത് നമുക്ക് ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ലായിരിക്കാം. നിങ്ങളുടെ റബ്ബ് വിളംബരം ചെയ്ത സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക എന്നതാണ് അതിൽ പറയുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും. റബ്ബിന്റെ വിളംബരം ഇതാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കിനിയും അനുഗ്രഹങ്ങൾ ധാരാളമായി വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലഇൻ കഫർതും ഇന്ന അദാബി ശദീദ്. നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഒരു നഷ്ടവും നന്ദി ചെയ്ത റബ്ബിന് സംഭവിക്കാൻ പോകുന്നില്ല. മറിച്ച് ഇന്ന അദാബി ലശദീദ്. ആ നന്ദികേടിനുള്ള, കുഫറിനുള്ള ശിക്ഷ അതികഠിനമായിരിക്കും എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്തത്. ഇത് മൂസാ നബി അലൈഹിസ്സലാമയിലൂടെയാണ് അല്ലാഹു വിളംബരം ചെയ്യുന്നത്. ആ ആയത്തിന് മുമ്പുള്ള ആയത്ത് വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. ബനൂ ഇസ്രായേൽ സമൂഹത്തെ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് കിട്ടിയ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുന്നതാണ് കോണ്ടെക്സ്റ്റിലാണ്, അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത്. മൂസാ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നിഅമത്തിനെ നിങ്ങൾ സ്മരിക്കുക. ഇത് അൻജാകും മിൻ ആലി ഫിർഔൻ. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ഫിർഔനിൽ നിന്നും അവന്റെ പ്രവൃത്തികളിൽ നിന്നും അവന്റെ കൂട്ടക്കാരിൽ നിന്നും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. യസൂമൂനകും സൂഅൽ അദാബ് വയുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. അവരാവട്ടെ നിങ്ങളെ അതിക്രൂരമായി, വളരെ നികൃഷ്ടമായി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫിർഔനും കൂട്ടരും അവന്റെ ഭരണകൂടവും. വയുദബ്ബിഹൂന അബ്നാഅകും. നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. വയസ്തഹ്യൂന നിസാഅകും. എന്നിട്ട് അബലകളായി, അനാഥരായി, നിസ്സഹായരായി ജീവിക്കാൻ നിങ്ങളുടെ സ്ത്രീകളെ ഈ ഭൂമിയിൽ വിട്ടേക്കുകയുമാണ് അവർ ചെയ്തിരുന്ന. അങ്ങനെ ക്രൂരമായ ഒരു രീതി, വംശീയ ഉന്മൂലനത്തിന്റെ ലോകം ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു രീതി അവലംബിച്ച ആ മഹാഫാഷിസ്റ്റായ ഫിർഔനിൽ നിന്ന്, അവന്റെ ഭരണ സംവിധാനങ്ങളിൽ നിന്ന്, അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ദുർബലരായിരുന്ന നിങ്ങളെ കാത്തുരക്ഷിച്ച, രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആ അനുഗ്രഹത്തെ നിങ്ങൾ വിലമതിക്കുക, അതിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ആ സമൂഹം അകപ്പെട്ടുപോയ ആ ക്രൂരതകളിലും മർദ്ദനങ്ങളിലും മാത്രമല്ല, നിങ്ങൾക്ക് വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം. ഇതിൽ നിങ്ങൾക്ക് ഭയങ്കരമായ പരീക്ഷണമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയത് കടുത്ത പരീക്ഷണത്തിലൂടെയാണ്. ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ നിങ്ങൾ അനുഭവിച്ച പീഡനമർദ്ദനങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലെ കടുത്ത പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക്. അത് മാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷണമാകുന്നത്, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എടുത്തതിന് ശേഷമുള്ള ഈ ജീവിതഘട്ടവും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഇവിടെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ അള്ളാഹു ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന ബലാഉൻ അലീമിന് നിങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, ഇനിയും ധാരാളമായി അള്ളാഹുവിന്റെ ഭാഗത്ത് അനുഗ്രഹങ്ങൾ വന്നു കിട്ടും. അതല്ല നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നഷ്ടമുണ്ടാകും. അള്ളാഹ്ക്ക് ഒരു കോട്ടവും വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നിട്ട് അതിനുശേഷം കുറച്ചുകൂടി വിശദമായി വഖാല മൂസ,
എന്നിട്ട് മൂസ അവരോട് അലൈഹിസ്സലാം അവരോട് വീണ്ടും പറയുകയാണ്, ഇൻ തക്ഫുറു അൻതും, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും നന്ദികേട് കാണിച്ചാലും, ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അല്ലാഹു നിങ്ങളെ ഒന്നും ആശ്രയിക്കേണ്ടെന്ന ആവശ്യമില്ലാത്ത സ്വയം പര്യാപ്തനായ അപ്പോഴും സ്തുത്യർഹനായി ഈ ഭൂമി ലോകത്ത് അധികാരം വാഴുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നിങ്ങളുടെ നന്ദി പ്രകാശനമോ നിങ്ങളുടെ നന്ദി കേടോ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമോ ഒരു കോട്ടമോ ഉണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നന്ദി പ്രകാശനത്തിന്റെയും നന്ദി പ്രകടനത്തിന്റെയും നന്ദി കേടിന്റെയും ഒക്കെ ആത്യന്തികമായ ഫലം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന പാഠമാണ് ഇതിലൂടെ മൂസാ നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ പ്രസ്താവനയാണ് മൂസാ നബി അലൈഹി സ്വലാം ബനൂ ഇസ്രായേൽ സമൂഹവും അള്ളാഹുവിന്റെ സഹായത്താൽ രക്ഷപ്പെട്ടു പോന്നതിന്റെ ഓർമ്മക്കായി അതിനോടുള്ള നന്ദിയായി മൂസാ അലൈഹിസ്സലാം നോമ്പ് തോറ്റു. അതിനെ തുടർന്ന് നമ്മളും നോമ്പ് നോൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വശമാണ് നമ്മുടെ നോമ്പിന്റെ ചൈതന്യത്തിൽ മുന്തി നിൽക്കേണ്ടത് എന്നത് സൂചിപ്പിക്കാനാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായ ഏതനുഗ്രഹത്തിനും ആ അനുഗ്രഹത്തെ വിലമതിക്കാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ പരാതിക്കാരാകുന്നു എന്നതാണ്. അനുഗ്രഹങ്ങളെ കാണാതെ പോവുകയും ജീവിതത്തിലെ ചെറിയ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും പോലും സ്വബറോടുകൂടി അഭിമുഖീകരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതേസമയത്ത് സ്വബർ കൊണ്ടും ശുക്ർ കൊണ്ടുമല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിലെ അള്ളാഹു ഖദറാക്കിയിട്ടുള്ള അള്ളാഹു ഖലാഖ് ആക്കിയിട്ടുള്ള ഒരു ജീവിതത്തെ വിജയകരമായി തരണം ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരത്തി അല്ലെങ്കിൽ പലയിടത്തായിട്ട് പല സീനുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം പറഞ്ഞതുപോലെ ഒരിടത്ത് സമ്പൂർണമായി കഥ പറയുക എന്ന് പറയുന്ന ഒരു ശൈലി മൂസാ നബി അലൈഹി സ്വലാമിയുടെ കാര്യത്തിൽ അള്ളാഹു പൊതുവിൽ സ്വീകരിച്ചിട്ടില്ല. വിശാലമായ സ്വഭാവത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിയുടെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതേസമയത്ത് സാമാന്യം സമഗ്രമായ സ്വഭാവത്തിൽ തന്നെ സമ്പൂർണമായ സ്വഭാവത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലാണ്. സൂറത്തു ത്വാഹയിൽ ഹൽ അതാക ഹദീസു മൂസ വഹൽ അതാക ഹദീസു മൂസ എന്ന് തുടങ്ങുന്നിടം മുതൽ ഏതാണ്ട് ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളെയും സാമാന്യം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആ സൂറത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യത്തിലേക്ക് വിരൽ ആ കഥകൾ മുഴുവൻ പറയാനല്ല, ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം സൂറത്തു ത്വാഹയുടെ ഒരു തുടക്കമാണ്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം ദീർഘമായി പറയുന്നതിന് മുമ്പുള്ള സൂറത്തു ത്വാഹയുടെ ഒരു ആമുഖം വളരെ ശ്രദ്ധേയമാണ്. എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ കഥയിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രത്തിൽ നിങ്ങൾ ധാരാളം ആയത്തുകൾ പ്രകടമാകുന്ന ജീവിതമാണ് മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജീവിതം എന്ന് പറയുന്നത്. ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുഅ്ജിസത്തുകൾ നൽകിയിട്ടുള്ള പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമിയാണ്. ഖുർആന്റെ വിവരണം അനുസരിച്ച് ഒരുപാട് അത്യത്ഭുതങ്ങൾ, അസാധാരണത്വങ്ങൾ, അമാനുഷികതകൾ പ്രകടമായ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. ആ മുഅ്ജിസത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലായിടത്തും എന്ന പോലെ നമ്മൾ ദർശിക്കുന്ന പ്രതീകമാണ് മൂസായുടെ വടി എന്ന് പറയുന്നത്. ആ വടി ഒന്നാമത്തെ സന്ദർഭം മുതൽ മൂസയുടെ കയ്യിലുണ്ട്. വളരെ സുപ്രധാനമായ ജീവിത സന്ദർഭങ്ങളിലൊക്കെയും മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിലെ ഒരു നിമിത്തമാണ് ആ വടി എന്ന് പറയുന്നത്.
ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്ത റോളുകളാണ് മൂസയുടെ കയ്യിലുണ്ടായിരുന്ന വടി എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സൂറത്ത് ത്വാഹയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആമുഖത്തിൽ ഒന്നാമത്തെ അല്ലാഹുവിന്റെ പ്രസ്താവന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി, പ്രവാചകന്റെ അനുയായികളോടായി അല്ലാഹു പ്രഖ്യാപിക്കുന്നത് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നിങ്ങൾ നിർഭാഗ്യവാന്മാരായി പോകാൻ, നിങ്ങൾ ജീവിതത്തിൽ ഗതികെട്ടവരായി പോകാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ എന്നതാണ് ഒന്നാമത്തെ ആമുഖ പ്രസ്താവന. അതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പിന്തുടർന്നാൽ, അള്ളാഹുവിന്റെ മാർഗദർശനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക വഴി ജീവിതത്തിൽ ആകെ ഇടങ്ങേറായി പോകുകയാണ് ചെയ്യുക, ജീവിതത്തിൽ ആകെ ബന്ധനസ്ഥരാക്കപ്പെടുകയാണ് ചെയ്യുക, ജീവിതത്തിന് നമുക്ക് കൂച്ചുവിലങ്ങുകൾ വന്നു പോവുകയാണ് ചെയ്യുക. അങ്ങനെ ആകെ ജീവിതം ആകെ ഗതികെട്ട് പോകുമെന്ന് വിലയിരുത്തുന്നവരുണ്ടെങ്കിൽ അവരോടായി അള്ളാഹുവിന്റെ പ്രസ്താവനയാണ്. എല്ലാ ഊരാക്കുടുക്കുകളുടെയും കെട്ടഴിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ സആദത്ത് പ്രദാനം ചെയ്യുന്ന, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ മാർഗദർശനം എന്ന് പറയുന്നത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ഷാ, ഭക്തിയുള്ളവർക്ക്, ഭയപ്പാടുള്ളവർക്ക്, അവർക്കുള്ള ഉത്ബോധനം എന്നുള്ള നിലക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ വിവരണം അല്ലാഹുവിന്റെ വിശേഷണങ്ങളിലേക്ക് വരികയാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ, ഭൂമിയെയും സകല ആകാശങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹുവിൽ നിന്നുള്ള അവതരണമാണിത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിൽ ഉപവിഷ്ടനായിട്ടുള്ള റഹ്മാനായ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണിത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറ, ആകാശങ്ങളിലും ഭൂമിയിലും മണ്ണിനടിയിലുമുള്ളതും സകലതും അവൻ അധികാരപ്പെട്ടതും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും രഹസ്യമായതും പരസ്യമായതും ഒക്കെ അറിയുന്ന ഒരു അല്ലാഹു ഉണ്ട്. ആകാശഭൂമികളെയൊക്കെ പടച്ച അല്ലാഹു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, വേറെ ഒരു ഇലാഹും അവനുമായിട്ട് പങ്കുകാരില്ലാത്ത വിധം ഏകനായ ഒരു അല്ലാഹു. വിശിഷ്ട നാമങ്ങളായി കുറെ നാമങ്ങളുള്ള അല്ലാഹു. ഇങ്ങനെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഈ അല്ലാഹു അവതരിപ്പിച്ച മാർഗദർശനം എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വഴികാട്ടിയാണ്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഗതികെട്ടു പോകാൻ അവതരിപ്പിക്കപ്പെട്ടതല്ല വിശുദ്ധ ഖുർആൻ എന്നൊക്കെ അവതരിപ്പിച്ചതിന് ശേഷമാണ് അല്ലാഹു ചോദിക്കുന്നത് വഹൽ അതാക ഹദീസ് മൂസ, മൂസയുടെ വൃത്താന്തം താങ്കൾക്ക് വന്നു കിട്ടിയില്ലേ എന്നതാണ്. മൂസയുടെ ജീവിതത്തെ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ അപ്രമാദിത്വം, അള്ളാഹുവിന്റെ പരമാധികാരം, അള്ളാഹുവിന്റെ കഴിവിന്റെ ആഴം കുറച്ചെങ്കിലും മനസ്സിലാകുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ മാത്രം അവലംബിക്കണമെന്നും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നു കിട്ടുന്ന അനുഗ്രഹങ്ങളെ വിലമതിക്കണമെന്നും ആ അനുഗ്രഹങ്ങൾക്ക് വിലമതിച്ച് അള്ളാഹുവിന് ശുക്റുള്ളവരായി മാറണമെന്നും ആ ശുക്ർ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കണമെന്നുള്ള പാഠമാണ് ഒരു മുഹറം 10, ഒരു ആശൂറാ ദിനം. ആ ആശൂറാ ദിനത്തിലെ നോമ്പ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള സഹായി. ബദർ യുദ്ധത്തിന്റെ അവലോകനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ദുരിതങ്ങൾ പേറുമ്പോൾ, അക്രമങ്ങളിലും മർദ്ദനങ്ങൾക്കും അനീതിക്കും ഇരയാകുമ്പോൾ, അന്യായങ്ങൾക്കിരയാകുമ്പോൾ, വിവേചനങ്ങൾക്കിരയാകുമ്പോൾ നിങ്ങൾ സഹായമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് വന്നെത്തുക എന്ന പാഠമാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രാവതരണത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയകരമായ അത്യത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾക്ക് വിജയത്തിന്റെ വഴിയൊരുക്കാൻ
അള്ളാഹുവിന് ഒരു വടിയേ ആവശ്യമുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ള വടി. ആ വടി വളരെ നിസ്സാരമായ വടിയാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വായിച്ചു പോകുമ്പോ ആ വടിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അത്ഭുതപ്പെടുത്തും. ഒന്നാമതായി ആ വടി മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ കുടുംബവുമായിട്ട് ഇങ്ങനെ വരുന്ന വഴിയിൽ വഴി കാട്ടാൻ, കണ്ണ് കാണാനുള്ള വെളിച്ചത്തിന് വേണ്ടി, അല്ലെങ്കിൽ തീക്കായാനുള്ള ഒരു തീക്കനലിന് വേണ്ടി പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരു വെളിച്ചം കണ്ട് കയറി ചെന്നതാണ്. അവിടെയാണ് മൂസയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അള്ളാന്റെ വിളി ഉണ്ടായത്. മൂസേ, ഇത് ഞാനാടാ എന്റെ റബ്ബ് അള്ളാഹു എന്നുള്ള പറഞ്ഞു എന്നാണ്. മൂസ ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇങ്ങനെ പ്രത്യേകമായ ഒരവസ്ഥയിൽ, ഇത് ഞാനാ എന്റെ റബ്ബ് അള്ളയാണടാ അള്ളാഹു മൂസയോട് പറഞ്ഞു. അപ്പൊ അത് കേട്ട് അവിടെ നിന്ന് പോരുമ്പോൾ ആ സംഭാഷണത്തിനിടയിൽ ആദ്യമായി മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. ദുനിയാവിൽ വെച്ച് അങ്ങനെ ഒരു അനുഭവം മൂസാ പ്രവാചകന് മാത്രമോ ഉണ്ടായതായിട്ടാണ് ഖുർആൻ പറയുന്നത്. വേറെ പ്രവാചകന്മാരിൽ പോലും വേറെ ആർക്കും അങ്ങനെ അള്ളാഹുവോട് സംസാരിക്കാനുള്ള, അങ്ങനെ സംസാരിച്ചതായിട്ടുള്ളതിന്റെ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ മൂസാ നബി അപ്പൊ സംസാരിക്കുമ്പോ അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന ഭീതിയിൽ മൂസാ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ല മൂസേ, എന്താ എന്റെ വലത്തെ കയ്യിൽ എന്ന് ചോദിച്ചു. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസേ എന്താ എന്റെ വലത്തെ കയ്യിൽ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം കൂളായി. മൂസാ നബി അലൈഹി സ്വലാം വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതൊരു വടിയാണ്. ഞാനിങ്ങനെ കുത്തിപ്പിടിക്കുന്ന, നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന, എന്റെ ആടുകൾക്ക് ഇല പൊഴിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന, വേറെയും എനിക്ക് ചില ഉപകാരങ്ങൾക്കുള്ള ഒരു വടിയാണത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വടിയിലൂടെയാണ് മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്നതിന്റെ ആദ്യ സൂചന നൽകിയിട്ട് അല്ലാഹു പറഞ്ഞു, ഫഅൽഖിഹാ യാ മൂസ, മൂസ ആ വടി ഒന്ന് നിലത്തിടുക എന്ന് പറഞ്ഞു. മൂസാ നബി സാധാരണ പോലെ വടി നിലത്തിട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അപ്പൊ അതൊരു പാമ്പായി, ജീവനുള്ള ഓടുന്ന ഒരു പാമ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ആ വടിയിലൂടെ ആദ്യം പ്രകടമായി. അവിടെ ആ വടിയുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോ ഫിർഔനിന്റെ മുമ്പിൽ കടുത്ത ഒരു പരീക്ഷണത്തിന് ആ നാട്ടിലെ മായാജാലക്കാരുടെ മുമ്പിൽ ഇരയായപ്പോ അവിടെ ആ വടിയുണ്ട്, വീണ്ടും പാമ്പായിട്ട് ആ വടിയുണ്ട്. അത്ഭുതം കാണിച്ചുകൊണ്ട് സഹറത്തിനെ മുഴുവൻ, മായാജാലക്കാരെ മുഴുവൻ വിശ്വാസത്തിലേക്ക് വഴി നടത്തിയ ഒരു ദൃഷ്ടാന്തമായിട്ട് മൂസയുടെ ചരിത്രത്തിൽ ആ വടിയുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി ആ വടി പ്രത്യക്ഷപ്പെടുന്നത് ഇതൊന്നുമല്ലാത്ത ഒരു കോലത്തിലാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്ത ജലസ്രോതസ്സുകൾ. മൂസയോടൊരു അടി അടിക്കാൻ പറഞ്ഞപ്പോ പാറയിൽ നിന്ന്, അടിച്ച കല്ലിൽ നിന്ന് 12 ജലസ്രോതസ്സുകൾ പൊട്ടിയൊഴുകിയെന്നും ഓരോ മൂസയുടെ കൂടെയുള്ള ഓരോ വിഭാഗം 12 വിഭാഗം ആളുകൾ ആ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറുകയാണ് ചെയ്തത്. മറ്റൊരു സന്ദർഭത്തിൽ ആ വടി കൊണ്ടൊരിടത്തടിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊലിച്ച് ഉറവ പൊട്ടി പ്രവഹിക്കുകയാണ് ചെയ്തത്. അതേ വടി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിന്റെ മാറിലടിക്കാൻ പറഞ്ഞപ്പോഴാണ് തീർത്തും ഊഷരമായ വരണ്ട ഒരു വഴി ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫിർഔനെ മുക്കിക്കൊല്ലാൻ ഉള്ള ഒരു വഴിയായി രൂപപ്പെട്ടത് എന്നതാണ്. അല്ലാഹുവിന് മനുഷ്യരെ സഹായിക്കാൻ അല്ലാഹുവിന് വലിയ സന്നാഹങ്ങൾ ആവശ്യമില്ല. നമ്മൾ നിസ്സാരമായി കരുതുന്ന നമ്മുടെ കൈവശം തന്നെയുള്ള ചില കോപ്പുകൾ കൊണ്ട്, ചില സന്നാഹങ്ങൾ കൊണ്ട് മാത്രം. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സന്നാഹമായിട്ടുണ്ടാവണം. നമുക്ക് സ്വീകരിക്കാവുന്ന സന്നാഹങ്ങൾ ഭൗതികമായത് എന്നതിനപ്പുറം അള്ളാഹുവോടുള്ള അടുപ്പം, അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ. ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോ അള്ളാഹ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പാടോടുകൂടി, ഞാൻ മുമ്പൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്നെ കൊല്ലുമെന്ന് എനിക്ക് ഭയമുണ്ട് എന്നും ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഭയപ്പാട് പറഞ്ഞിരുന്നു അള്ളാഹിനോട്. അപ്പൊ അള്ളാഹ് പറഞ്ഞത്, പേടിക്കരുത്, ഇന്നനി മഅകുമാ അസ്മഉ വ അറ,
കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നല്ല വാക്ക് കൊടുത്തിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം അതിൽ വിശ്വസിച്ചാണ് ഫിർഔന്റെ അടുത്തേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ ചെങ്കടലിന്റെ മുമ്പിലും ഫിർഔനിടയിലും പെട്ടുപോയപ്പോൾ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിക്ക് പറയാൻ കഴിഞ്ഞതും ആ അചഞ്ചലമായ അന്ന് അല്ല വാക്ക് കൊടുത്തതിന്റെ പേരിൽ ഞാൻ കൂടെയുണ്ടടോ, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, പിന്നെന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചതിന്റെ അനന്തരഫലമാണ് മൂസാ നബി അലൈഹി സ്വലാം ഭൗതികമായി ഒരു വഴിയുമില്ല രക്ഷപ്പെടാനെന്ന് പൂർണ്ണമായി ഉറപ്പുള്ള സന്ദർഭത്തിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴിയൊരുക്കി തരും എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായത് എന്നതാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുക. ഊരാ കുടുക്കുകളിൽ കുടുങ്ങി നിൽക്കുമ്പോൾ അല്ല രക്ഷകനായി എത്തുമെന്ന്, അല്ല സഹായിക്കുമെന്ന് ഉറച്ചു പ്രതീക്ഷിച്ചും അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിച്ചും അള്ളാഹുവോട് ഇഖ്ലാസോടുകൂടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുക, ഇതാണ് ജീവിതത്തിന്റെ ഒരേ ഒരു വിജയമന്ത്രം എന്ന് പറയുന്നത്. എങ്കിൽ വലിയ വിമോചനങ്ങൾ സാധ്യമാകും, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സാധ്യമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ഈമാനിന്, അത്തരം വലിയ പ്രതീക്ഷകൾക്ക്, അള്ളാഹുവോടുള്ള അത്തരം ഒരു അടുപ്പത്തോട് നന്ദി ശുക്റിലും സ്വബറിലും അധിഷ്ഠിതമായ ഒരു ബന്ധത്തിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا وحبيبنا وقائدنا ومعلمنا نبيك محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.